ഹായ്, എന്നാട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്നേ ഓസ്ട്രേലിയയിൽ കുറച്ച് ഹരിതാഭ്യം പച്ചപ്പൊക്കെ കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കാടും മലകളും കാട്ടരുവികളും കാട്ടുപൂക്കളും പിന്നെ കൂടെ ഒരു ചെറിയ കുതിരക്കഥയും കൂടെ വരുന്നുണ്ട്. ആകാശത്തിൻ്റെയും മരങ്ങളുടെയൊക്കെ നിഴല് ഈ ഒരു വെള്ളത്തിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. എന്നാൽ പിന്നെ നിർത്തി ആ ഭംഗിയൊന്ന് ആസ്വദിച്ചിട്ട് പോയേക്കാന്ന് കരുതി. കടുന്നീല കളറുള്ള ആകാശവും വെള്ളി മേഘങ്ങളും പച്ച വിരിച്ച പുൽപ്പുറങ്ങളും മാത്രമല്ല കേട്ടോ, അതിനെ കൂടുതലും മനോഹരമാക്കുന്നത് അതിൽ കൂടെ മേഞ്ഞു നടക്കുന്ന ആടുകളും മാടുകളും പിന്നെ പല സ്ഥലങ്ങളായിട്ട് കങ്കാരുക്കളെയൊക്കെ കാണാം കേട്ടോ. അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് ദേ ഒരു കൂട്ടം കുതിരക്കൂട്ടന്മാരും, പക്ഷേ ആ ഒരു കുതിരക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കുതിരയെയും കണ്ടതേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന്. അതിൻ്റെ നീണ്ട മോന്തയും മസിലും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹെയറും ഒക്കെ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് അതിനെ നന്നേ പിടിച്ചു. അടുത്തോട്ട് ചെന്നപ്പം മാറുന്നില്ലെന്ന് കണ്ടപ്പം പിന്നെ നമുക്ക് അതിനോട് കുറച്ചും കൂടെ അടുപ്പമായി. ആടയാഭരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടേ ഞങ്ങൾക്കൊരു സംശയം, ഇത് കാട്ടുകുതിരയാണോന്ന്. എന്നാൽ കുറച്ച് നേരത്തെ നീണ്ട നിപ്പിന് ശേഷം എന്തോ നമ്പറൊക്കെ കണ്ടിട്ട് മനസ്സിലായി ഇത് നമ്മുടെ ഫാം കുതിര തന്നെയാണെന്ന്. ഇവിടെ നിന്നോ, അതിന് കൂട്ടായിട്ട് അവിടെ നിന്നോ. അല്ലേ മനുഷ്യനൊക്കെ അറിയാറിക്കൂടി ഇപ്പൊ. നോക്കി ഇത്ര അപരിചിതയായിട്ട് പോലും നമ്മളോട് ആ കുതിര നന്നായിട്ട് ഇണങ്ങി. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. വീട്ടിൽ പോരുന്നോ? എന്റെ കൂടെ പോരുന്നോ? എന്റെ കൂടെ പോരുന്നോ? അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുതിരേനെ കൊഞ്ചിക്കാൻ ആൾക്കാർ കൂടി. അങ്ങനെ വഴിയിരിക്കത്ത് വെച്ച് ഇണക്കിയെടുത്ത ഈ കുതിരക്കൂട്ടനാണ് കേട്ടോ നമ്മുടെ യാത്രയ്ക്ക് കുറച്ചും കൂടി ഒരു ത്രില്ല് നൽകിയത്. അപ്പം സങ്കടത്തോടെയാണെങ്കിലും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നു കേട്ടോ. നോക്കിക്ക് ഒരു കാട്ടുചെടി. ഇതിനെ ഞാൻ ക്യാമറയിലാക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ മണിയനീച്ചയുടെയോ അല്ലെങ്കിൽ തേനീച്ചയുടെയോ ഒക്കെ ഒരു ലുക്കില്ലേ. ആകാശമൊക്കെ ചില സമയത്തെ ദേ തൊട്ടടുത്താണെന്ന് തോന്നിപ്പോകും, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ടിഡ്ബിൻ വില്ല നേച്ചർ റിസർവ് കാണാനിറങ്ങിയതാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാമേ. ഇപ്പം ഇവിടെ സ്പ്രിംഗ് സീസൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പോകുമ്പം പലതരത്തിലുള്ള കാട്ടുപൂക്കളും നമുക്ക് വഴിയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നേച്ചർ റിസർവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.